അളിയൻസ് എന്ന പരമ്പരയിലൂടെ പ്രേക്ഷകർക്ക് പ്രിയങ്കരിയായി മാറിയ താരമാണ് അക്ഷയ. മുത്ത് ഞങ്ങളുടെയും സ്വന്തമാണെന്ന് ആരാധകർ പറയാറുള്ളത്. സോഷ്യൽ മീഡിയയിലും സജീവമായ മുത്ത് പങ്കിടുന്ന വിശേഷങ്ങളെല്ലാം പെട്ടെന്ന് തന്നെ ശ്രദ്ധിക്കപ്പെടാറുണ്ട്. അടുത്തിടെയായി അളിയൻസിൽ അത്ര ആക്റ്റീവ് അല്ല മുത്ത്. +2 കഴിഞ്ഞ് ഉപരിപഠനത്തിനായി പോയിരിക്കുകയാണ് താരം. മുത്ത് മാത്രമല്ല, അമ്മയും അളിയൻസിന്റെ ഭാഗമാണ്. സുലു എന്ന കഥാപാത്രത്തെ അവതരിപ്പിക്കുന്നത് മുത്തിന്റെ അമ്മയാണ്. സുലുവും മുത്തും അമ്മയും മകളുമാണോ എന്ന് ഇടയ്ക്ക് ആരാധകർ ചോദിക്കുന്നുണ്ടായിരുന്നു. അമ്മയ്ക്കൊപ്പമായി വീഡിയോകളുമായി അക്ഷയ എത്താറുമുണ്ട്. കുടുംബത്തിൽ ഒരാളായി തന്നെയാണ് മുത്തിനെ കാണുന്നതെന്ന് സഹതാരങ്ങളെല്ലാം പറഞ്ഞിരുന്നു. മുത്തിനെ ഹോസ്റ്റലിൽ വിടുന്നതും ഇടയ്ക്ക് കാണാനായി പോയതുമെല്ലാം പരമ്പരയിലും കാണിച്ചിരുന്നു. 1.5 മാസം മുൻപ് ഞാനൊരു വീഡിയോ ഇട്ടിരുന്നു. ഒരു ഫ്രിഡ്ജ് മേടിച്ചിരുന്നു. അത് ഭയങ്കര കംപ്ലൈന്റ് ആയി. കേസ് കൊടുക്കാമെന്ന് കുറെ പേർ പറഞ്ഞിരുന്നു. ഒരു ഫ്രിഡ്ജ് അല്ലേ, അതിനുവേണ്ടി ഇങ്ങനെയൊക്കെ കാണിക്കണോ എന്നായിരുന്നു ചിലർ ചോദിച്ചത്. കസ്റ്റമർ സർവീസ് ഭയങ്കര മോശമായിരുന്നു. കേസ് കൊടുത്താൽ ഭയങ്കര മെനക്കേടല്ലേ, അതിന് പിന്നാലെ പോവേണ്ടി വരും എന്നൊക്കെ ചിന്തിച്ചിരുന്നു. പിന്നെ രണ്ടും കൽപ്പിച്ച് കേസ് കൊടുത്ത് അവര് നമ്മളെ വിളിച്ചിരുന്നു. അതിനുശേഷം പുതിയ ഫ്രിഡ്ജ് തന്നു. അതായിരുന്നു ഞങ്ങൾക്ക് വേണ്ടിയിരുന്നത്. ഇതുപോലെ വല്ലതും സംഭവിക്കുകയാണെങ്കിൽ കേസ് കൊടുക്കണം. അതിന് പിന്നാലെ പോവേണ്ടി വരുമെന്ന് കരുതി മാറി നിൽക്കരുത്. ഞങ്ങൾ ജസ്റ്റ് ഫോൺ വിളിച്ച് പറഞ്ഞതേ ഉള്ളൂ, എങ്ങും പോവേണ്ടി വന്നിട്ടില്ല. ഞാൻ ആ വീഡിയോ ചെയ്തപ്പോൾ കുറെ പേർ സപ്പോർട്ട് ചെയ്തിരുന്നുവെന്നായിരുന്നു അക്ഷയ പറഞ്ഞത്. ഇതൊരു നിസ്സാര കാര്യമല്ലേ, ഇതിനൊക്കെ ഇങ്ങനെ ചെയ്യണോ എന്ന് ചോദിച്ച് വിമർശിച്ചവരുമുണ്ട്. ഞാൻ ഹോസ്റ്റലിൽ നിന്നും 2 ദിവസത്തേക്ക് വീട്ടിൽ വന്നതാണ്. അളിയൻസ് എനിക്ക് ശരിക്കും മിസ് ചെയ്യുന്നുണ്ട്. വല്ലപ്പോഴും ഞാൻ വരും. മുടി വെട്ടിയിട്ട് 2 മാസമായെന്നും അക്ഷയ പറഞ്ഞിരുന്നു. നിമിഷ നേരം കൊണ്ടായിരുന്നു വീഡിയോ ചർച്ചയായത്. മുടി മുറിച്ചതോടെ എല്ലാ ഭംഗിയും പോയെന്നായിരുന്നു ഒരാൾ പറഞ്ഞത്. എത്ര നല്ല മുടിയായിരുന്നു, മുടി വളരും, എന്നാലും അത് കളയണ്ടായിരുന്നു, പഴയ നടി മാധവിയെ പോലുണ്ട് തുടങ്ങിയ കമന്റുകളായിരുന്നു വീഡിയോയുടെ താഴെ ഉണ്ടായിരുന്നത്. ഇതുപോലെ പുതിയ വീഡിയോകൾക്കായി ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക.